ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു കടായി ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇതാ സവോള അത്യാവശ്യം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നവരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ ഈ പൊടികളെ പച്ച ടേസ്റ്റ് എല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 150 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ പീസ് ഫ്രൈ ചെയ്തെടുത്തത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനിയൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കണ്ട, ഈ ഒരു പാകത്തിന് കലക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ സമൂസ ഷീറ്റാണ്. ഇനി ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഷീറ്റിൻ്റെ ഒരറ്റത്ത് നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ മൈദാമാവ് ഇതിൻ്റെ അറ്റത്തെല്ലാം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. ഇതുപോലെ മൈദ പേസ്റ്റ് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ഫില്ലിംഗ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ചൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. ഒരുപാട് ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കുതിർന്നു പോകും, നല്ല ക്രിസ്പിനെസ് കിട്ടാതെ വരും. അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് മൈദ പേസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ ഇതിൻ്റെ സൈഡിലെല്ലാം മൈദ പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഈ അറ്റത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതുപോലെ നമ്മൾ സമൂസ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഷീറ്റ് മടക്കി കൊടുത്തിട്ട് സൈഡിലെല്ലാം മൈദ പേസ്റ്റ് ആക്കി കൊടുക്കണം. ഇനി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കോൺ ഷേപ്പ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം നമ്മൾ നേരത്തെ റെഡിയാക്കിയ പോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ മൈദ പേസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എണ്ണ നല്ല പോലെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ സമൂസയും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ സമൂസ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാവുന്നതാണ്.
ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഓരോ സമൂസയും ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.